നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 27, 2025 വ്യാഴം. ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ IMFന്റെ ഭാഗത്തു നിന്നും 5 ട്രില്യൺ ഇക്കോണമിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ഒരു വർഷവും കൂടി അധികം എടുത്തേക്കാമെന്നുള്ള നിരീക്ഷണം വരികയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈങ്ങിനെ തുടർന്നും ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ കണ്ട കാരണങ്ങളുടെ ഫലമായിട്ടും തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾക്ക് ശേഷം 2025 ജൂണിന് ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ക്ലോസിംഗോടുകൂടിയും നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെയും 4778.03 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6247.93 കോടി രൂപയുടെ ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്നും 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിലവിലെ 52 വീക്ക് ഹൈയും റെക്കോർഡ് ഹൈയും അതിശക്തമായി ഭേദിച്ചുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,300, 26,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും 25,900 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ടും മാറിയേക്കാം. എന്നാൽ അതേസമയം 25,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-ഡേ EMIയും 20-ഡേ SMIയും സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്കിലി ലോയും അതുകൂടാതെ ഈ ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്കിലി ലോ ഇന്നലെ വരെയും നിലകൊള്ളുന്നത് ഈ ലെവലിലായതുകൊണ്ട് തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് പ്രധാനമായും ആകെ ഒരു ഗ്ലോബൽ ഇവന്റ് നിലനിൽക്കുന്നുള്ളൂ. അത് ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഡിസംബർ മാസത്തെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസാണ്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടി വന്ന അതിശക്തമായ മൂല്യ ശോഷണത്തിന്റെ ഫലമായിട്ട് IMFന്റെ ഭാഗത്തു നിന്നും ഇന്നലെ പുതിയ പ്രഖ്യാപനങ്ങൾ വരികയുണ്ടായി. നേരത്തെ പ്രതീക്ഷിച്ചതിലും ഒരു വർഷം വൈകിയായിരിക്കും ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള പ്രഖ്യാപനമാണ് IMFന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ 2029 വർഷം മാത്രമേ IMFന്റെ കണക്ക് പ്രകാരം ഇന്ത്യക്ക് ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിച്ചേരുവാനാവുകയുള്ളൂ. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് 0.37% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് ADRകൾക്ക് ഇന്നലെ 1.5% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈങ്ങിന്റെ ഫലമായിട്ട് ഇന്നലെയും US മാർക്കറ്റുകൾക്ക് നേട്ടം തുടരുവാനുമായി തൽഫലമായി S&P 500ന് 1%-ലേറെയും നാസ്ഡാക്കിന് 1%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. US മാർക്കറ്റിന് ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആയതിനാൽ തന്നെ മാർക്കറ്റിന് അവധിയാണ്. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 1%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് വെളുപ്പിന് 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1.5%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വില $62.93 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $58.47 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് $4165.67 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു.
ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.56 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അൾട്രാ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. മാക്സ് പെയിൻ 26,150 എന്ന ലെവലിലും ഇന്നലത്തെ അതിശക്തമായ റാലിയുടെ ഫലമായിട്ട് അവസാന 3 ട്രേഡിംഗ് സെഷനിലെ ബെയറിഷ് ക്യാൻഡിലുകളെ മറികടന്നുകൊണ്ടുള്ള ബിഗ് ഗ്രീൻ ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രവുമല്ല നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി തുടർന്ന് RSIയും 63.21 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.15 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലും 1.2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ദൃശ്യമാകുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും 70.25 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്കും 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്റ്റഡ്സ് ആക്സസറീസ് ഇന്നലെ കമ്പനി Q2 ഏർണിംഗ്സുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 17.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 6% ഉയർച്ചയും രേഖപ്പെടുത്തി. വേൾപൂൾ ഓഫ് ഇന്ത്യ CNBC 18 ടിവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊമോട്ടർ 95 ലക്ഷം ഷെയർസ് അഥവാ 7.5% വരുന്ന സ്റ്റേക്ക് 1,030 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ 965 കോടി രൂപ മൂല്യം വരുന്ന ഷെയറുകൾ ഇന്ന് ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വിപ്രോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായി തന്ത്രപരമായ ഒരു സഖ്യം കമ്പനി പ്രഖ്യാപിച്ചു. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴിയോ ഒന്നോ അതിലധികമോ തവണകളായി 750 കോടി രൂപ വരെ ഇക്വിറ്റി ഷെയർ മൂലധനം സമാഹരിക്കുന്നതിനും സ്വകാര്യ പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 500 കോടി രൂപ വരെ സമാഹരിക്കുന്നതിനുമുള്ള അംഗീകാരം കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. ഇന്റർനാഷണൽ കൺവേഴ്സ് ഗണേശ ഇക്കോസ്ഫയറിന്റെ 1.21 ലക്ഷം ഇക്വിറ്റി ഓഹരികൾ 11.28 കോടി രൂപയ്ക്ക് കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. കേസർ ഇന്ത്യ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 1.5 ദശലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ വികസന സാധ്യതയുള്ള 24,256 ചതുരശ്ര മീറ്റർ ഭൂമി കമ്പനി ഏറ്റെടുക്കുകയുണ്ടായി. 900 കോടി രൂപയുടെ വരുമാനമാണ് ഇതിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത്. പട്ടേൽ എഞ്ചിനീയറിംഗ് സൈഡെക്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗത്ത് നിന്നും 2 ഓർഡറുകളിൽ നിന്നായിട്ട് 798.19 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.